ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബാഷർ അൽ അസാദിന്റെ പതനം ഒരു നല്ല കാര്യമാണ്. കാരണം 1970 മുതൽ ഈ അസാദ് ഫാമിലിയാണ് സിറിയ ഭരിച്ചിരുന്നത്. അത് ഒരു ഓട്ടോക്രസി ആയിരുന്നു. അപ്പൊ ഓട്ടോക്രസി മാറുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ അതേസമയത്ത് നമ്മൾ ചിന്തിക്കണം, ആ ഓട്ടോക്രസി മാറിയാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി നമുക്കിപ്പോൾ എന്താ പറയാ സ്പെക്കുലേറ്റ് ചെയ്യാം. അപ്പോ നേരത്തെ ഇപ്പോൾ തന്നെ നമ്മൾ ഗിലാനിയെ പറ്റി കേട്ടല്ലോ. അൽ ഗിലാനി അദ്ദേഹം 1982 ജനിച്ചതാണ്. അദ്ദേഹം കുറെ നാള് അൽ ഖൈദ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോ റീബ്രാൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള പ്രസ്താവനകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോ ഈ പ്രസ്താവനകളെ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇദ്ലിബ് എന്ന് പറഞ്ഞ ഗവർണറേറ്റ്, അത് ടർക്കിഷ് ബോർഡറിലുള്ള ഗവർണറേറ്റ് ആണ്. അപ്പൊ ആ ഗവർണറേറ്റില് ഇദ്ദേഹം കുറെ നാളായി ഒരു നല്ല ഭരണം കൊടുത്തിട്ടുണ്ടെന്നാണ് പലരും കരുതുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ ഇദ്ലിബ് ഗവർണറേറ്റില് ഇദ്ദേഹം IS ഇസ്ലാമിക് സ്റ്റേറ്റിനെയും അൽ ഖൈദയും എന്താ ചെയ്യാ തോൽപ്പിച്ചു. അവരെ ഔട്ട്റീച്ച് ചെയ്തു. അപ്പൊ അവരെ ഔട്ട്റീച്ച് ചെയ്തിട്ടാണ് ആ ഭരണം മുഴുവനായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നെ മൂന്നാമത് പറയാനുള്ളത്, അലപ്പോ എന്ന് പറഞ്ഞ നഗരം 29 വീണത്. അപ്പോ അവിടെ ഒരുപാട് ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ട്. അപ്പോ ഞാൻ അൽ ജസീറിൽ കണ്ടതാണ്. ഒരു സിറിയൻ സ്ത്രീ പറയുന്നു, ഈ വന്ന കൂട്ടര് എല്ലാ വീടുകളിലും പോയി ബ്രെഡ് വേണമെന്ന് ചോദിച്ചു. അതിൽ യാതൊരു മത എന്താ പറയാ ആ മേഖലയിൽ അമീറായിരുന്നു ജുലാനി. അതെ. അപ്പോ അവിടെ പോയി എന്നോട് ചോദിച്ചു. പിന്നെ നാലാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിജയം, അതായത് പിന്നെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആസാദിന്റെ സൈന്യം അത് അധികം കോൺസ്ക്രിപ്റ്റഡ് ആയിരുന്നു. അവര് ഫൈറ്റ് ചെയ്തില്ല. അതൊരു നല്ല കാര്യമാണ്. കാരണം അതിന്റെ ആളുകൾ കൊല്ലപ്പെട്ടില്ല. ഞാൻ ഇത് നടന്ന ദിവസം കാലത്തെ ഇവിടെ എംബസിയിൽ ഉണ്ടായിരുന്ന, സിറിയൻ എംബസിയിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത്, ഇപ്പൊ അദ്ദേഹം ഡമാസ്കസിലാണ്, അദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് വെടിവെപ്പുണ്ട്, എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഇപ്പൊ പോകും, വെടിവെക്കുന്നു വളരെ അടുത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഈ വെടിവെപ്പ് ആരെയും കൊല്ലുന്ന വെടിവെപ്പല്ല, ഇതെല്ലാം സെലിബ്രേഷന്റെ വെടിവെപ്പാണ്. അദ്ദേഹം അത് സമ്മതിച്ചില്ല. പക്ഷെ നമുക്കിപ്പോൾ അറിയാം, ഇതുവരെയും സന്തോഷത്തിന്റെ വെടിവെപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് വോട്ടിംഗ് ഉണ്ടായിരുന്നു, അത് നിന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാമെന്ന് ആഗ്രഹിച്ച്, ഈ ആസാദിന്റെ പതനത്തിന് കാരണം ഇവര് ജനൂബി ഒരു വേറെ ഒക്കെ ഉണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും എന്താ പറയാ, ജനങ്ങള് സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആംസ് എടുത്തിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. അതാണ് എന്റെ അഭിപ്രായം. അല്ലാതെ നമ്മൾ മുൻവിധി കൊടുക്കരുത്. ശരി. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഒരു ഭാരതം എങ്ങനെയായിരിക്കും ഒരു പുതിയ നിലപാട് സ്വീകരിക്കുക? ഈ ഒരു പുതിയ ഒരു ഭരണ നേതൃത്വത്തോട് ഭാരതത്തിന്റെ ഒരു സമീപനം എങ്ങനെയായിരിക്കും ഇക്കാര്യത്തിൽ? നമ്മള് ഇന്ത്യ ഒരു രാഷ്ട്രത്തെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലാതെ ഭരണകൂടത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഞാൻ 1979 ഇറാനിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ റെവല്യൂഷൻ ഉണ്ടായപ്പോൾ അത് നമ്മള് പറഞ്ഞില്ല, ഞങ്ങളിപ്പോ ഖൊമേനിയെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇറാനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇറാനിന്റെ ഒരു പുതിയ ഭരണകൂടം ഉണ്ട്, അതുമായിട്ട് ഡീൽ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒത്തിരി നോക്കണം, ഒന്ന് വീക്ഷിക്കണം. എന്നിട്ട് ഈ ഭരണകൂടം എങ്ങനെയാണ് അവര് പെരുമാറാൻ പോകുന്നത്, അതനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറണം. പിന്നെ വേറെ നല്ലത്, ഡിപ്ലോമസിയിൽ എപ്പോഴും
അധികാരത്തിലിരിക്കുന്ന ഓഫീസിലിരിക്കുന്നവരോട് ഒരു ബന്ധം വേണം. ഇപ്പോ അഫ്ഗാനിസ്ഥാനില് കുറെ നാള് ഇന്ത്യ പറഞ്ഞല്ലോ താലിബാനുമായിട്ട് ബന്ധപ്പെടില്ല എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? പിന്നെ നമ്മളൊരു ചെറിയ എംബസി അയച്ചു. അതേ സമയത്ത് നമ്മളിങ്ങനെ കാത്തു നോക്കി നിന്നപ്പോ ചൈനയും റഷ്യയും ഒക്കെ അവിടെ തിങ്ങിക്കേറി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഓൾവേസ് ഹാവ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ്. ഡോണ്ട് സേ ദാറ്റ് unless you do this, unless you do that, we won't talk to you. സർ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻവിധിയോടുകൂടി ചോദിക്കുന്നതല്ല, എന്നാലും ഒരു ലിബിയയ്ക്ക് ഉണ്ടായ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിലൂടെയാണ് ഇപ്പോൾ സിറിയയും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ലിബിയയിലേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ ലിബിയയുടെ ഒരു സമാനമായ അവസ്ഥയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ ഏതെങ്കിലും അർത്ഥത്തിൽ അങ്ങേക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടാവോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ലിബിയയെ സംബന്ധിച്ച് വേറൊരു കാര്യമാണ്. അതായത് ഖദാഫി വളരെ പോപ്പുലർ ആയിരുന്നു, പക്ഷെ അതേസമയത്ത് തന്നെ അദ്ദേഹം വളരെ ക്രൂരനുമായിരുന്നു. ഈ ആസാദും വളരെ ക്രൂരനായിരുന്നു. അവിടുത്തെ ജയിലിൽ പോയി ഇപ്പോ ആളുകളെ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ അന്വേഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോ ക്രൂരത ഒരുപാടുണ്ടായിരുന്നു. എന്നാലും ഖദാഫിക്ക് പിന്തുണയുണ്ടായിരുന്നു. ഖദാഫി വീണാൻ കാരണം നേറ്റോയുടെ മിലിറ്ററി അഗ്രഷനാണ്. അല്ലെങ്കിൽ ഖദാഫി വീഴില്ലായിരുന്നു. ഇത് ആരെയും കൊല്ലാതെയാണ് ഈ ആസാദിന്റെ പതനം ഉണ്ടായിരിക്കുന്നത്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും.